Hello all. ഇന്ന് സിയിലെ character arrays and strings എന്ന concept നോക്കാം. So, string is a sequence of characters that is treated as a single data item in C. Cയുടെ കേസിൽ string എന്ന് പറഞ്ഞാൽ sequence of characters ആണ്, അല്ലെങ്കിൽ collection of characters ആണ്. അതിനൊരു single data item ആയിട്ടാണ് consider ചെയ്യുന്നത്, character array ആയിട്ടാണ് consider ചെയ്യുന്നത്. Man is obviously made to think as an example of string. A string an example മാത്രമാണ് കാണുന്നത്. Then നമുക്ക് എങ്ങനെ ഒരു സ്ട്രിങ്ങിനെ ഡിക്ലയർ ചെയ്യാം, ഇനിഷ്യലൈസ് ചെയ്യാം? അത് യൂസ് ചെയ്യുന്നത് ക്യാരക്ടർ array ആയിട്ടാണ് സ്ട്രിങ്ങിനെ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ char എന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. സ്ട്രിങ്ങിന്റെ നെയിം followed by size. Size എന്ന് ഉദ്ദേശിക്കുന്നത് number of characters that can be accommodated in the character array. For example, char city of 10, char name of 30, char city of 90 equal to double quotes ഇങ്ങനെ ഇനിഷ്യലൈസേഷനും നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യാം. ഇവിടെ ചെയ്യുമ്പോൾ നോക്കൂ, ലാസ്റ്റ് ക്യാരക്ടർ /0 എന്ന ക്യാരക്ടർ സ്പെസിഫൈ ചെയ്തേ പറ്റൂ. ഇതിന് നൾ ക്യാരക്ടർ എന്നാണ് സിയിൽ പറയാ. എൻഡ് ഓഫ് സ്ട്രിംഗ് ആയി എന്ന് അറിയാനാണ് ഈ ഒരു ക്യാരക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ഇനിഷ്യലൈസേഷൻ ആൻഡ് ഡിക്ലറേഷന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ സൈസ് സ്പെസിഫൈഡ് അല്ല. സോ ഇവിടെ എത്ര ക്യാരക്ടേഴ്സ് നിങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടാണ്, എത്ര ക്യാരക്ടേഴ്സ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടോ അതിനെ ബേസ് ചെയ്താണ് ക്യാരക്ടർ അറേയുടെ സൈസ് ഡിറ്റർമിൻ ചെയ്യുക. ഈ കേസിലാണെങ്കിൽ നമ്മൾ സൈസ് സ്പെസിഫൈഡ് ആണ്. സോ നേരത്തെ ഒരു എക്സാമ്പിൾ, ഒരു /0 എന്ന ക്യാരക്ടർ ഉപയോഗിച്ചു. അതിനാണ് ടെർമിനേറ്റിംഗ് നൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. വൈ ഡു വി നീഡ് സച്ച് എ ടെർമിനേറ്റിംഗ് നൾ ക്യാരക്ടർ? അതിന്റെ റീസൺസ് ആണ് ഈ സ്ലൈഡിൽ പറയാൻ പോകുന്നത്. സ്ട്രിംഗ് എന്നൊരു ഡേറ്റ ടൈപ്പ് സിയിലില്ല. നമ്മൾ സ്ട്രിങ്ങിനെ എങ്ങനെയാ സ്റ്റോർ ചെയ്യുന്നത്? ക്യാരക്ടർ array ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. char array name സ്ക്വയർ ബ്രാക്കറ്റിലെ സൈസ് സെമിക്കോളൻ, ഇങ്ങനെയാണ് ഒരു ക്യാരക്ടർ arrayനെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോ സ്ട്രിങ്ങിനെ നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യണം? ഒരു arrayയിൽ സ്റ്റോർ ചെയ്യണം. array എന്നൊരു ഡേറ്റ സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യണം. സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് വേരിയബിൾ ആണ്. സ്ട്രിങ്ങിനെ എപ്പോഴും ഒരു വേരിയബിൾ ലെങ്ത് സ്ട്രക്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ സിയിൽ നമുക്ക് അത് എവിടെ സ്റ്റോർ ചെയ്യണം? ഫിക്സ്ഡ് ലെങ്ത് arrayയിൽ സ്റ്റോർ ചെയ്യണം. എപ്പോഴും arrayയുടെ സൈസ് ചിലപ്പോൾ ബിഗ്ഗർ ആയിരിക്കും. അതാണ് the size of array is not always the size of string. Most often it is larger than the string stored in it. നമ്മൾ ഒരു arrayയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ്ങിന്റെ ലെങ്ത് എപ്പോഴും ആ array സൈസിനേലും സ്മോളർ ആകാനാണ് ചാൻസ്. അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ്, arrayയുടെ സൈസ് എപ്പോഴും ലാർജർ ദാൻ the string stored in it ആകാനാണ് എപ്പോഴും ചാൻസസ്. അപ്പോൾ ഒരിക്കലും the last element of array അല്ല end of string ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. എൻഡ് ഓഫ് സ്ട്രിംഗ് ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്തേ പറ്റൂ. കാരണം arrayയുടെ സൈസ് ലാർജർ ആണ്, സ്ട്രിങ്ങിന്റെ സൈസ് മോസ്റ്റ് കേസിൽ സ്മോളർ ആണ്. അപ്പോൾ സ്ട്രിങ്ങിന്റെ എൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്കൊരു മാർക്കർ വേണം. ആ മാർക്കറിനെയാണ് എൻഡ് ഓഫ് സ്ട്രിംഗ് മാർക്കർ അല്ലെങ്കിൽ ടെർമിനേറ്റിംഗ് നൾ ക്യാരക്ടറിന്റെ ഹെൽപ്പോടെയാണ് ഈ എൻഡ് ഓഫ് സ്ട്രിംഗ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സോ ഇതാണ് പർപ്പസ് ഓഫ് ടെർമിനേറ്റിംഗ് നൾ ക്യാരക്ടർ. ഒന്നും കൂടിയും പറയാം, സിയുടെ കേസിൽ സ്ട്രിംഗ് എന്നൊരു ഡേറ്റ ടൈപ്പ് ഇല്ല. നമ്മളിപ്പോ സ്ട്രിങ്ങിനെ എങ്ങനെയാ സ്റ്റോർ ചെയ്യുന്നത്? ഒരു ക്യാരക്ടർ arrayയുടെ ഹെൽപ്പോടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം, സ്ട്രിങ്ങിനെ ഒരു വേരിയബിൾ ലെങ്ത് സ്ട്രക്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ array എന്താണ്? ഒരു ഫിക്സ്ഡ് ലെങ്ത് സ്ട്രക്ചർ ആണ്. സോ പലപ്പോഴും നമ്മൾ array ഡിക്ലെയർ ചെയ്യും, ആ arrayയുടെ സൈസ് ലാർജർ ദാൻ സ്ട്രിംഗ് സ്റ്റോർഡ് ഇൻ ഇറ്റ് ആകും. അങ്ങനത്തെ സിറ്റുവേഷനിൽ, അങ്ങനത്തെ ഏത് സിറ്റുവേഷൻ ആയാലും എൻഡ് ഓഫ് സ്ട്രിംഗ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതൊരിക്കലും ലാസ്റ്റ് എലമെന്റ് ഓഫ് ക്യാരക്ടർ array എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്ട്രിങ്ങിന്റെ സൈസ് ചെറുതായിരിക്കും, arrayയുടെ സൈസ് ലാർജർ ആയിരിക്കും. അപ്പോൾ എൻഡ് ഓഫ് സ്ട്രിംഗ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു മാർക്കറിനെ ആഡ് ചെയ്യുന്നു. ആ മാർക്കറിനെയാണ് ടെർമിനേറ്റിംഗ് നൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. റീഡിംഗ് സ്ട്രിങ്സ് ഫ്രം ടെർമിനൽ, കീബോർഡിൽ നിന്ന് ഇങ്ങനെ സ്ട്രിങ്സ് റീഡ് ചെയ്യാം.
നമുക്ക് scanf മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ getters എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. scanf എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. നമ്മളൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യാം. scanfൽ %s ആണ് കൺട്രോൾ സ്ട്രിംഗ് കൊടുക്കുക. ഒരു ക്യാരക്ടർ അറേയിലേക്കുള്ള ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യാൻ ഒരു സിംഗിൾ ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ %c ആണ് ഉപയോഗിക്കാറ് അല്ലേ? ബട്ട് ഇവിടെ ക്യാരക്ടർ അറേ ആണ്, അതായത് സ്ട്രിംഗ് ആണ് റീഡ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൺട്രോൾ സ്ട്രിംഗ് %s യൂസ് ചെയ്യണം. ഓർ നമുക്ക് %ws ഉപയോഗിക്കാം. %ws മീൻസ് %s ഉപയോഗിക്കുന്നതിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ആ w എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മീനിങ് പറയാം. വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു ഇന്റീജർ നമ്പർ ആണ് കൊടുക്കുക. വിഡ്ത്ത് is equal to or greater than number of characters typed in ആണെങ്കിൽ entire string will be stored in the string variable. If width w is less than the number of characters in the string, the excess character will be truncated or left unread. ഇതിന്റെ മീനിങ് പറയാം. നമ്മൾ വിഡ്ത്ത് എന്ന് പറഞ്ഞ ഒരു ഇന്റീജർ നമ്പർ ആണ് കൊടുക്കുക. 5s 3s 2s എന്നൊക്കെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ക്യാരക്ടർ അല്ലെങ്കിൽ സ്ട്രിംഗ് റീഡ് ചെയ്യും. സപ്പോസ് ഞാൻ കൊടുത്ത വിഡ്ത്ത് 5s ആണ് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ റീഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് 5ഓ അതിന് ലെസ്സറോ ആണെങ്കിൽ പ്രോബ്ലം ഇല്ല. ഇത് വിഡ്ത്ത് എപ്പോഴും ഗ്രേറ്റർ ഓർ ഈക്വൽ ആയി നിൽക്കണം. അങ്ങനെയാണെങ്കിൽ എൻറ്റയർ സ്ട്രിംഗ് നമുക്ക് ടൈപ്പ് ചെയ്ത എൻറ്റയർ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും പറ്റും. സപ്പോസ് വിഡ്ത്ത് ഒരു സ്മോളർ നമ്പറും നമ്മൾ റീഡ് ചെയ്ത നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എക്സസും ആണെങ്കിൽ ആ എക്സസ് വരുന്ന ക്യാരക്ടേഴ്സിനെ ട്രങ്കേറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിൽ റീഡ് ചെയ്യില്ല. അതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. എക്സാമ്പിൾ char name of 10 scanf %5s. ഇവിടെ 5 ആണ് w ആയിട്ട് പറയുന്നത്. ഇനി ഇത് ഇൻപുട്ട് സ്ട്രിംഗ് റാം ആണ് സ്റ്റോർ ചെയ്യുന്നത്. റാം നോക്കൂ, അവിടെ എത്ര ക്യാരക്ടേഴ്സേ ഉള്ളൂ? 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ. w 5 ആണ്. സോ 5 is greater than 3. അപ്പോ ആ റാമിലെ മൊത്തം ക്യാരക്ടേഴ്സും റീഡ് ആകും. ഇനി ഈ 5s തന്നെ ഞാൻ വിഡ്ത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇനി കൃഷ്ണ എന്ന് പറഞ്ഞ സ്ട്രിംഗ് റീഡ് ചെയ്യാൻ നോക്കുകയാണ്. ഇവിടെ 5, ഇവിടെ എത്ര? 1 2 3 4 5 6 7. 5 is less than 7 അല്ലേ? അപ്പൊ ഇതിലെ ലാസ്റ്റ് 2 ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യില്ല. സി KRISH വരെയുള്ള ക്യാരക്ടേഴ്സേ റീഡ് ചെയ്യുള്ളൂ. ലാസ്റ്റ് 2 ക്യാരക്ടേഴ്സ് അൺറെഡ് ആയിട്ട് പോകും. അതാണ് w ഉപയോഗിച്ചാലുള്ള ഒരു ഗുണവും ദോഷവും. വിഡ്ത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇനി സ്ട്രിങ്സിന് ടെർമിനലിൽ നിന്ന് റീഡ് ചെയ്യാൻ സെക്കൻഡ് മെത്തേഡ് getters ഫംഗ്ഷൻ ഉപയോഗിക്കാം. വളരെ സിമ്പിൾ ആയി ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ. ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യാം. getters ഫോളോഡ് ബൈ ആ ക്യാരക്ടർ അറേയുടെ നെയിം. ഇനി സിയില് ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് വാലിഡ് അല്ല. ഞാൻ 2 ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. STR ഡബിൾ കോഡ്സിൽ ABC എന്ന് പറഞ്ഞൊരു സ്ട്രിങ്ങിനെ അസൈൻ ചെയ്യാൻ നോക്കുന്നു. ഇത് വാലിഡ് അല്ല. അതുപോലെ ഡയറക്ട്ലി ഒരു സ്ട്രിംഗ് അറേയിൽ നിന്ന് വേറൊരു സ്ട്രിംഗ് അറേയിലേക്ക് കോപ്പി ചെയ്യലും വാലിഡ് അല്ല. Then how to write strings to screen? 2 മെത്തേഡ് ഉണ്ട്. scanfന്റെ സിമിലർ സ്റ്റേറ്റ്മെന്റ് ആയ printf യൂസ് ചെയ്യാം, അല്ലെങ്കിൽ putS ഫംഗ്ഷൻ യൂസ് ചെയ്യാം. getters സിമിലർ ആണ് putS. printf ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. printf കൺട്രോൾ സ്ട്രിംഗ് %s ക്യാരക്ടർ അറേയുടെ നെയിം. putS ഉപയോഗിക്കുകയാണെങ്കിൽ putS ക്യാരക്ടർ അറേയുടെ നെയിം. എക്സാമ്പിൾ കണ്ടോ, putS str അല്ലെങ്കിൽ printf %s ആ ക്യാരക്ടർ അറേയുടെ നെയിം. arithmetic operations on characters. Characters വെച്ച് എങ്ങനെയല്ലേ arithmetic operations പെർഫോം ചെയ്യുക? Still C-ല് പറ്റും. When a character constant or character variable is used in an expression, it is automatically converted into an integer variable. നമ്മളുടെ ഒരു എക്സ്പ്രഷനിൽ, arithmetic expression ആവാം, relational expression ആവാം, എവിടെയായാലും നമ്മുടെ ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റോ ക്യാരക്ടർ വേരിയബിളോ യൂസ് ചെയ്താൽ അതിനെ ഇന്റീജർ വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഞാൻ x എന്ന ക്യാരക്ടർ ഈക്വൽ ടു a എന്നൊരു x എന്നൊരു ക്യാരക്ടർ വേരിയബിൾ ഈക്വൽ ടു a എന്നൊരു ക്യാരക്ടർ അസൈൻ ചെയ്തു. സാധാരണ
ഇതൊരു ക്യാരക്ടർ, എക്സ് ഒരു ക്യാരക്ടർ വേരിയബിൾ ആണെങ്കിൽ ഹൗ വി ഷുഡ് പ്രിന്റ് %c ഉപയോഗിച്ച് വേണമല്ലേ പ്രിന്റ് ചെയ്യാൻ. ബട്ട് പകരം %d എന്ന കൺട്രോൾ സ്ട്രിങ്ങോട് ഇത് പ്രിന്റ് ചെയ്യിക്കാൻ നോക്കുകയാണ്. ഈ കേസില് എക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന എ ആണ് അല്ലേ. എയുടെ ആസ്കി വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുക. അതായത് ആ ക്യാരക്ടർ വേരിയബിളിനെ എന്ത് വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്തു, ഒരു ഇന്റീജർ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്തു. എയുടെ ആസ്കി വാല്യൂ ആയ 97 ആണ് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യുക. Then x is equal to set -1. ഇവിടെ നമ്മൾ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. -1 മീൻസ് ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ് അല്ലേ. സോ സെറ്റിന്റെ ആസ്കി വാല്യൂ എടുക്കും, -1 ചെയ്യും. സെറ്റിന്റെ ആസ്കി വാല്യൂ 122 ആണ്. 122 -1 ചെയ്യുമ്പോൾ എക്സിലേക്ക് സ്റ്റോർ ആകുന്ന ആൻസർ എന്തായിരിക്കും? 121 ആയിരിക്കും. ഇതാണ് പറയുന്നത് ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റിനെയോ ക്യാരക്ടർ വേരിയബിളിനെയോ ഒരു എക്സ്പ്രഷനിൽ യൂസ് ചെയ്യുമ്പോൾ അതിനെ ഇന്റീജർ വാല്യൂ ആയിട്ട് ഓട്ടോമാറ്റിക്കലി സി കൺവേർട്ട് ചെയ്യും. Then അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു we can convert a string to digits. അതിന് യൂസ് ചെയ്യുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് ATOI എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ബട്ട് ശ്രദ്ധിക്കണം, ആ സ്ട്രിങ്ങില് സ്ട്രിങ് ഓഫ് ഡിജിറ്റ്സ് ആകണം. അല്ലെങ്കിൽ ക്യാരക്ടർ കോമ്പിനേഷൻസ് വരുമ്പോൾ നമ്പേഴ്സിന്റെ ക്യാരക്ടർ കോമ്പിനേഷൻസ് ആകണം. എന്നാൽ മാത്രമാണ് അതിനെ നമുക്ക് എന്തായി കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വാലിഡ് നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ATOI എന്നാണ് ഫംഗ്ഷൻ. stdlib.h എന്ന ഹെഡർ ഫയലിലാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സിയിൽ. സോ ബേസിക്സ് ഓഫ് ക്യാരക്ടർ അറേ ആൻഡ് സ്ട്രിങ്സ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.